എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ ഡ്രസ്സിലാവട്ടെ അല്ലെങ്കിൽ ക്ലിപ്പിലാവട്ടെ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാബ്രിക് റോസ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാനിവിടെ 3x3 അതായത് 3 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തും ഉള്ള 14 പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ 14 പീസ് എടുത്തിട്ടുണ്ട്. 14 പീസിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ എടുക്കുക. ഒരു പീസ് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം സെയിം കളർ നൂല് ഉപയോഗിച്ചിട്ട്, അതായത് സൂചിയിൽ നമ്മൾ സെയിം കളർ നൂല് കോർത്തെടുത്തിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. മടക്ക് വരുന്ന ഭാഗത്തല്ലാത്ത ബാക്കി 2 ഭാഗത്ത് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ തുന്നി കൊടുക്കില്ലേ, അതുപോലെ തന്നെ സാധാരണ തുന്നുന്നത് പോലെ തന്നെ തുന്നുക. കണ്ടിന്യൂഷനായിട്ട് തുന്നുക, ഇടയ്ക്ക് വെച്ച് നിർത്താതെ കണ്ടിന്യൂഷനായിട്ട് തുന്നുക. എൽ ഷേപ്പിൽ തുന്നിയെടുക്കുക. തുന്നിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, വലിച്ചു കൊടുക്കുക. ഇതുപോലെ വലിച്ചു കൊടുത്തതിന് ശേഷം ഓവർ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് വലിക്കേണ്ട. കാരണം നമുക്ക് ഓരോ പെറ്റൽസ് വീതം വെച്ച് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ഓവർ വലിക്കേണ്ട. എന്നാൽ അത്യാവശ്യം വലിച്ചിട്ടൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരുന്ന രീതിയിൽ വലിച്ചിട്ട് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തുന്നിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി ത്രെഡ് കട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ 14 പീസും ചെയ്യണം. ഒന്നും കൂടി ഞാൻ എങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് കറക്റ്റ് മടക്കുക, ആംഗിളായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമല്ല, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം നിങ്ങൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് സാധാരണ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ത്രെഡ് ഇതേപോലെ വലിക്കാം. വലിക്കുമ്പോൾ ഇതുപോലൊരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. ഷേപ്പിൽ നിങ്ങൾ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. കാരണം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈറ്റ് ആക്കരുത്. കാരണം എല്ലാ പെറ്റൽസും ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതായത് നമ്മൾ ആദ്യം കൊടുക്കുന്ന പെറ്റൽസ് ചെറുതായിരിക്കും, പിന്നെ വരുന്ന പെറ്റൽസ് വലുതായിരിക്കില്ലേ. റോസാപ്പൂവിൻ്റെ അവസാനത്തെ പെറ്റൽസ് കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അവസാനത്തെ പെറ്റൽ നമുക്ക് വലുതാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈറ്റ് ആക്കേണ്ട. കുറച്ചൊരു ലൂസിൽ എന്ത് ചെയ്യുക, ഒന്ന് വലിക്കുക. വലിച്ചതിന് ശേഷം ബാക്കി ത്രെഡ് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ 14 പീസും ചെയ്തെടുക്കണം. 14 പീസും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഓൾറെഡി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പെറ്റലെടുക്കുക. ഒരു പെറ്റലെടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ സെൻറ്ററിൽ തന്നെ ഉണ്ടാവുന്നത് ജസ്റ്റ് ഇങ്ങനെ മടങ്ങിയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് മടക്കി കൊടുക്കുക. ഈ മടക്കി കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമുക്ക് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മടക്കി കൊടുക്കുന്ന അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് ഇത് നിൽക്കും. അപ്പോൾ നമ്മളിത് ആദ്യത്തേത് ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് മടക്കിയിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിനി അടുത്ത പെറ്റൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തിട്ട് അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗണ്ണ്, അതായത് പെറ്റൽസിൻ്റെ മുകളിൽ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഗ്ലൂ ഗണ്ണ് ആയത് കാരണം തന്നെ നോക്കുക, കയ്യിലായാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വരും. സൂപ്പർ ഗ്ലൂ പോലെയൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ഇളകി വരും. പക്ഷെ എന്താ വെച്ചാൽ ചൂടുണ്ടാവും അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ നോക്കുക, കയ്യിലൊക്കെ ആവാണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ പെറ്റൽസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മൂന്നാമത്തെ പെറ്റൽ ഒട്ടിച്ചു കൊടുക്കുക. മൂന്നാമത്തെ പെറ്റൽ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ ഒട്ടിച്ചു കൊടുക്കുക, അത് ഓപ്പോസിറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും ആ റോസിൻ്റെ പെറ്റൽസ് പോലെ നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അല്ലാണ്ട് കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ വലുതായി വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മൂന്നാമത്തെ പെറ്റൽസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതന്നെ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുക. ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഗ്ലൂ ഗണ്ണാണ്, ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വെച്ചാൽ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എവിടെയെങ്കിലും ഒട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടേക്കൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയറും കൂടി ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഈ ഒരു മെത്തേഡിലാണ് നമ്മളിത് ഫൈനൽ വരെ ചെയ്തെടുക്കുന്നത്. അതായത് 14 പെറ്റൽസ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവസാനം വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ നിങ്ങൾ ടൈറ്റ് ആക്കിയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ പെറ്റൽ ചെറുതായി പോകില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് ഓവറായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കരുത്, കുറച്ച് ലൂസിൽ കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം. കാരണം അവസാനം വരുന്ന പെറ്റൽസ് കുറച്ച് വലുതായിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഫ്രണ്ടിൽ ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ 3x3 വലിപ്പമാണല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ചിട്ട് ഒരു 2.5x2 വെച്ചിട്ട് അല്ലെങ്കിൽ 2x2 വെച്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ടിക് ടാക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ബണ്ണിലും ബുഷിലൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. വലിയ ആളുകൾക്ക് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് മെത്തേഡിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. സൈസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലൂ ഗണ്ണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ എന്തായാലും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചെറിയ പോർഷൻസ് ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും അത് ഇളക്കി മാറ്റാൻ പറ്റും. അത് ഇളക്കി മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട, ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ അത് ഇളക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ വലിച്ചാൽ അത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് വലിച്ചു കൊടുത്താൽ അത് എന്തായാലും ഉറപ്പായിട്ടും പറഞ്ഞു പോരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവുമൊന്നുമില്ല, വൃത്തികേടൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ 14 ഇതും കൂടി കൊടുക്കുക, പെറ്റൽസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 14 എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക. അപ്പോൾ അത് ഭംഗിയൊക്കെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു 14 എണ്ണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. പിന്നെ ഇതുപോലെ നമ്മൾ 14 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം, ഉണങ്ങുന്നതിന് മുന്നേ എടുക്കേണ്ട, നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അടിവശം ഉണ്ടല്ലോ, അടിവശം ലെവലായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ട്. എന്നാലും ചെറുതായിട്ട് തുണി എവിടെയെങ്കിലും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഒന്നെങ്കിൽ തീയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അടിവശമാണ് കേട്ടോ, മുകൾ വശം അല്ല അടിവശം. അല്ലെങ്കിൽ സെർലൈറ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ എവിടെയെങ്കിലും തുണി ഇങ്ങനെ നൂല് വലിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടിവശം നല്ല ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുക. സെൻറ്ററിലുള്ള പീസ് അവിടെ തന്നെ വെച്ചതിന് ശേഷം ബാക്കി അവസാനം വരുന്ന പെറ്റൽസൊക്കെ ജസ്റ്റ് ഇതുപോലെ നമ്മുടെ റോസിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. നിങ്ങൾക്കിത് ഈ ഒരു കളറിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. കാരണം ഒരുപാട് കളറിൽ റോസ് അവൈലബിൾ ആണല്ലോ ഇപ്പോൾ. യെല്ലോ കളറിലും ലാവൻഡർ കളറിലും ഒരുപാട് കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ എടുത്താലും കുഴപ്പമില്ല. എന്നാലും ഒരു റോസ് അല്ലെങ്കിൽ റെഡൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്ക് ഏതാണോ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം, അവസാനം എന്തെങ്കിലും എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തീ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മറക്കണ്ട. ജസ്റ്റ് ഒന്ന് തീ കാണിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. അതല്ല കുട്ടികളുടെ ടിക് ടാക്കിൽ ഒട്ടിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇനി ബണ്ണിലോ ബുഷിലോ ഒക്കെ ഇട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ അടിവശം ഉണ്ടല്ലോ, ഫ്ലാറ്റ് ആയിരിക്കുന്ന വശം, ആ വശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഡ്രസ്സിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഒട്ടിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ കേട്ടോ, എങ്ങനെയാണോ പറ്റണമെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.